everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി ഇൻഡെക്സ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. നമ്മൾ വേഗം നമ്മൾ നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം. പിന്നെ ഓക്കെ, നിഫ്റ്റിനോട് ഇവിടുന്ന് നോക്കുവാണെങ്കിൽ ഫ്രം ഡൗൺ സൈഡ് 1, 2, 3 and 4 ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, നമ്മളെല്ലാം ഗ്രാബ് ചെയ്തിട്ടുണ്ട്, നമ്മളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ വേവ്സ് ആണ് നമുക്ക് ഞാൻ മോസ്റ്റ്ലി വേവ്സാണ് പറയുള്ളൂ. വേവ്സ് ദാറ്റ് മീൻസ് സ്ട്രക്ചർ, അപ്കമിങ് സ്ട്രക്ചർ എന്തായിരിക്കും, താഴേക്കാണോ മുകളിലേക്കാണോ, പ്രൈസ് ആക്ഷൻ എന്തായിരിക്കും, അതാണ് നമ്മുടെ കൂടുതലായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാറുള്ളൂ ഇവിടെ. കാരണം ആ ബേസിൽ നമ്മൾ ട്രേഡ് എടുത്താലേ നമുക്ക് ഫെർദർ ഓപ്പർച്യൂണിറ്റി കിട്ടും, ബെറ്റർ ട്രേഡ് എടുക്കാനുള്ളത്, ബെറ്റർ ട്രേഡ് ഫൈൻഡ് ചെയ്യാനുള്ളത്. അതാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് എടുക്കണം, സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ബട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം പോരാ, വേവ്സ് കൂടി കൗണ്ട് ചെയ്യണം. ഇവിടെ ഇല്ലിറ്റ് വേവ് ബേസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളൂ. സോ ആ വേവ്സ് മസ്റ്റാണ്. ഓക്കെ, സോ ഇവിടുന്ന് 1, 2 and 3 ആയി. ഫോർത്തിൻ്റെ ഫോൾ താഴേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർത്തിൻ്റെ ഫോൾ നമ്മൾ നോക്കുവാണെങ്കിൽ, നമ്മൾ സ്മോൾ സ്ട്രക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഫോർത്തിൻ്റെ ഫോൾ ആയിരുന്നു. അത് എ ബി സി സ്ട്രക്ചറിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് എ, ഓക്കെ, ഇത് ബി നമ്മൾ ഇന്നലെ കൗണ്ട് ചെയ്തായിരുന്നു. ആൻഡ് സിയുടെ ഫോളാണിത്. ഇന്നലെ ഞാൻ അതുകൊണ്ട് എടുത്തു പറഞ്ഞായിരുന്നു സി ഇവിടെ തീർന്നു. ആൻഡ് ഈ ഒരു സപ്പോർട്ട് സോൺ ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ റീൽസ് വരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 23,400 സപ്പോർട്ടാണ് 23,400. സോ പ്രൈസ് ഈ ഗ്യാപ്പിൽ വന്ന് സഡൻ അവിടെ ബൗൺസ്. ഓക്കെ, ആ ബൗൺസ് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ അത് ഒരു നല്ലൊരു ബൗൺസ് ഏരിയ. പിന്നെ ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ സിയുടെ സ്ട്രക്ചറിൽ എത്ര 5 മൂവ്സിൽ ഉണ്ടാവാറുള്ളൂ, സിയിൽ എത്ര മൂവ്സ് ആണ്? 1, 2, 3 and 4 and 5. ഇവിടെ എൻഡി ഡയൽ പാറ്റേൺ കൂടി ഉണ്ടാക്കി ഗ്യാപ്പ് ഡൗൺ, ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ പോലെ ആയി. ആൻഡ് സഡൻ തന്നെ അവിടെ മുകളിലേക്ക് കൊണ്ടുപോയി. എന്ന് വെച്ചാൽ അവിടെ വേറെ ഇതില്ല, താഴേക്ക് പോകാനുള്ള പവർ ഇല്ല. ഗ്യാപ്പ് ഡൗൺ, ഫേക്ക് ഗ്യാപ്പ് ഡൗൺ ആണ് അവർ കാണിച്ചത്. കാരണം വെച്ചാൽ പ്രൈസ് 5 മൂവ്, അതാണ് വേവ്സ് എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ ഈവൻ ആരായാലും നമ്മുടെ ഈ ഒരു ഏരിയയിൽ വരുമ്പോഴുണ്ടല്ലോ, എല്ലാവരും ഗ്യാപ്പ് ഡൗൺ നോക്കിയിട്ട് പ്രൈസ് യെസ്റ്റർഡേ ലോ ബ്രേക്ക് ചെയ്തു, ഈ ലോ ബ്രേക്ക് ചെയ്തു, ലോവർ ആണ്. സോ എല്ലാവരും കൺഫ്യൂസ് ആയിരിക്കും, താഴേക്ക് തന്നെ നോക്കുകയുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പ്രൈസ് ഗ്യാപ്പ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫെർദർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് തന്നെ നോക്കത്തുള്ളൂ. ബട്ട് വേവ്സ് നമുക്ക് എന്താ കൺഫേം ചെയ്യുന്നത്? വേവ്സ് നമുക്ക് കൺഫർമേഷൻ തരുന്നത് എന്താണെന്ന് അറിയാമോ? വേവ്സ് ഈ 5 മൂവ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകേണ്ടതാണ്. മനസ്സിലായോ? അതാണ് വേവ്സിൻ്റെ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് എക്സാക്ട്ലി നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ എന്താണ് വേവ്സ് ഓർ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. ഇന്ന് മോർണിംഗ് ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? മോർണിംഗ് ഇത് നോക്കി, ഇത് സപ്പോർട്ട് സോൺ ആയിരുന്നു. റൈറ്റ്, സപ്പോർട്ട് സോൺ ആയി. പ്രൈസ് ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാക്കി. ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഗ്രീൻ ഉണ്ടാക്കി. ഓക്കെ, ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ അറിയാം, ഞാൻ മോർണിംഗ് ഞാൻ അവരുടെ പറഞ്ഞായിരുന്നു. ഇവൻ ഞാൻ ഒരു ടാർഗറ്റ് കൂടി പറഞ്ഞായിരുന്നു. ആ ടാർഗറ്റ് സൂപ്പർ അടിപൊളി ടാർഗറ്റ് ഹിറ്റുമായി. എനിക്കതല്ല, മീൻസ് പ്രൈസ് അതാണ് വേവ്സിൻ്റെ. ഞാൻ മാത്രമല്ല, നാളെ നിങ്ങളും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു ട്രേഡ് ഈസിലി ക്യാപ്ചർ ചെയ്യാൻ പറ്റും, പിടിക്കാൻ പറ്റും, കോൺഫിഡൻസ് കൂടും. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം എന്താ വെച്ചാൽ. ഇപ്പോൾ ഇത് പ്രൈസ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ആയി. ഓക്കെ, ആൻഡ് പ്രൈസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. 1 മിനിറ്റ് ടൈം ഫ്രെയിംസ് ഇവിടെ നമ്മൾ വന്നു. ഓക്കെ, സോ സപ്പോർട്ടിലാണല്ലോ, ഇത് സപ്പോർട്ടാണ്. സോ ഇവിടെ എന്ത് ചെയ്യുക? 1 വേവ് ആയി, സെക്കൻഡ്, ഓക്കെ, തേർഡ്, ഫോർത്ത്, ഇത് ഫുൾ 5th ആണ്. മനസ്സിലായോ? ഇത് ഫുള്ള് ഇവിടെ വരെ 5th ആണ്. മനസ്സിലായോ? അതാണ് നമ്മൾ വേഗം എന്ത് ചെയ്യുക? 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ സപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ 1, 2, 3, 4, 5 കൗണ്ട് ചെയ്യുക. അങ്ങനെ കൗണ്ട് ചെയ്തു. പിന്നെ ഇവിടെ ഇത് കണ്ട, ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പാണ് ചെയ്തേക്കുന്നത്. സോ ഈ പോർഷൻ 5ൽ കൗണ്ട് ചെയ്യില്ല, ഇത് 4th അങ്ങനെ കൺഫ്യൂഷൻ വരും. 5 ഇത് ബ്രേക്ക് ഔട്ട്, ഇതിൻ്റെ ഈ പോർഷൻ്റെ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ടാണ് 5 ആവുള്ളൂ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ ബ്രേക്ക് ഔട്ട് കൂടിയായി. മനസ്സിലാകുന്നുണ്ടോ ഈ സ്ട്രക്ചർ? ഇതൊക്കെ നമ്മൾ ചെറിയ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കിയെടുക്കും. ഇത് കണ്ടോ, നമുക്കത് അറിയാം. എന്തറിയാമെന്ന് വെച്ചാൽ പ്രൈസ് ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 1, 2, 3, ഇത് 3 അല്ലേ ഉള്ളൂ. മനസ്സിലായോ? ഇത് 1, 2, 3, ഇവിടെ 4. പ്രൈസ് 5th പോയിട്ടില്ല. സോ നമുക്കറിയാം പ്രൈസ് ഇവിടെ നിന്ന് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് മുകളിലേക്ക്. സോ നമ്മൾ മുകളിലേക്കല്ലേ നോക്കത്തുള്ളൂ. സോ നമ്മൾ മുകളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ താഴേക്ക് പിന്നെ ബാക്കി എല്ലാവരും ഇത് റെസിസ്റ്റൻസ് ആയിട്ട് നോക്കും. നമ്മൾ ഇത് റെസിസ്റ്റൻസ് അല്ല, നമ്മൾ ബ്രേക്ക് ഔട്ട് നോക്കും. കാരണം വെച്ചാൽ നമുക്കത് അറിയാം 5th മുകളിലേക്ക് പോകേണ്ടതാണ്. ഇനി ഒരു അപ്പ് മൂവ് കൂടി കിടക്കുന്നു. മനസ്സിലായോ? സോ എപ്പോഴും ഹയർ ആയി ഫോം ചെയ്യുള്ളൂ, ഹയറായി. പിന്നെ നമ്മുടെ ഇലൈറ്റ് വേവിൽ എന്താ
നമ്മുടെ എലിറ്റ് വേവിൽ എന്താ നമുക്കതറിയാം, ഫിഫ്ത്ത് മൂവ് അതിൻ്റെ അബവ്, ലാസ്റ്റ് വേവിൻ്റെ അതിൻ്റെ അബവാണ് ഫിഫ്ത്ത് മൂവ് വരുള്ളൂ. ഫിഫ്ത്ത് മൂവിൽ ആൻറ്റി ഡയഗണൽ പാറ്റേൺ കൂടി ഉണ്ടാകും. ഓക്കെ, ആൻറ്റി ഡയഗണൽ പ്ലസ് പിന്നെ നമ്മൾ എന്തായിരിക്കും നമ്മുടെ ഇവിടെ നമ്മൾ വേവ്സ് നമ്മൾ ഇത് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇത് ബ്രേക്ക് ഡൗൺ അവിടെ നമ്മൾ ബ്രേക്ക് ഡൗൺ ആവനെ വരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റിൽ ട്രേഡിലുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും, എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലയെന്ന്. ബട്ട് ട്രാക്ക് ചെയ്താലേ ഈസിലി പിടികിട്ടും, തീർച്ചയായിട്ടും പിടികിട്ടും. അതുപോലെ റെസിസ്റ്റൻസ് അങ്ങനെ തന്നെ. ഇപ്പോൾ ഇത് 5 മൂവ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ റെസിസ്റ്റൻസിലെത്തി. റെസിസ്റ്റൻസ് ഞാൻ ഇന്നലെ കൊടുത്ത റെസിസ്റ്റൻസ് ആണല്ലോ ഇതൊക്കെ എല്ലാം, ചേഞ്ചസ് ഒന്നും വരുത്തില്ല. സോ അതുപോലെ താഴേക്ക് നോക്കാൻ തുടങ്ങിയിരിക്കും. കണ്ട റെസിസ്റ്റൻസ് എടുത്തു, 5 മൂവ് ആയി, അത് നമുക്കറിയാം ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്ക് പ്രൈസ് താഴേക്ക് പോകേണ്ടതാണ്. ഓക്കെ, 1 2 3 മൂവ്സിലേക്ക് അത് താഴേക്ക് വരുള്ളൂ. താഴേക്ക് വരുമ്പോൾ എപ്പോഴും 3 മൂവ്. ഇപ്പോൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്, സോ അതുകൊണ്ട് ഇത്ര 3 മൂവ്സ് ചെറിയ മൂവ്സ് ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഡൗൺ സൈഡ് ചെറിയ ഡൗൺ സൈഡ് ഉണ്ടാവുള്ളൂ. അത് വീഡിയോ കണ്ടില്ലെങ്കിൽ കാണുന്നു കേട്ടോ. എനിക്ക് മെയിനായിട്ട് ഇത് തന്നെ പറയാനുള്ളതാണ്, നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുന്നില്ല. ഈ വീഡിയോ അല്ല, എലിറ്റ് വേവിൻ്റെ വീഡിയോ. ഇത് അതിന് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ കാണുന്നോ ഇല്ല എന്ന് വെച്ചാൽ ഫുള്ള് കാണുന്നോ, നിങ്ങൾ സ്പീഡിലടിക്കണമെന്നാൽ ബാക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയാം. ബട്ട് നിങ്ങൾ മറ്റേ വീഡിയോ എലിറ്റ് വേവിൻ്റെ വീഡിയോ മസ്റ്റായിട്ട് കാണുന്നത്, അത് ഫുള്ള് കാണണം. 3 വീഡിയോസാണ് ഞാൻ പിൻ വരെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്യാറുണ്ട് ആ ഒരു വീഡിയോസ്. പല വീഡിയോസാണ്, ഡിഫറെൻറ്റ് വീഡിയോസ് ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ എലിറ്റ് വേവിൻ്റെ വീഡിയോസിന് കാണിച്ചു ഇപ്പോൾ ഇതാണ് നമ്മുടെ ചാനൽ. ഓക്കെ, നിങ്ങളെല്ലാവരും കൂടി താങ്ക്സ്. 900 അബവ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ ഈ നമ്മുടെ ചാനലിൻ്റെ മെയിൻ പേജിൽ പോവുക, ഇവിടെ ആൻഡ് ദെൻ പ്ലേലിസ്റ്റിൽ പോവുക. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാരണം ഇവിടെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. ലാസ്റ്റിൽ നമ്മൾ എൻഡിൽ പോവുകയാണെങ്കിൽ ലേണിംഗ് വീഡിയോസ് ഇത് കണ്ടോ, എലിറ്റ് വേവിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ 3 വീഡിയോസ് ഉണ്ട് കണ്ടോ, 1 2 3. ഈ 1 2 3 വീഡിയോസ് ഇതാണ് മെയിൻ വീഡിയോസ്. അതിൻ്റെ തന്നെ എൻഡിങ് ഡയഗണൽ പാറ്റേൺസ് ഉണ്ട്, ലീഡിങ് ഡയഗണൽ പാറ്റേൺസ് ഉണ്ട്. ഇതൊക്കെ ഡെയിലി 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഈ 2 പാറ്റേൺസ് ഉണ്ട്, എൻഡിങ് ഡയഗണൽ പാറ്റേൺ, ലീഡിങ് ഡയഗണൽ. ഡെയിലി 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഫോം ആവാറുണ്ട് ഡെയിലി. ഇതൊന്ന് കാണും, എന്നിട്ടേ നമുക്കത് പിടികിട്ടത്തുള്ളൂ. പിന്നെ ഇത് 333 കറക്ഷൻ വീഡിയോ ഏതാണ്? 333 കറക്ഷൻ ഫോം ആവുന്നത് 4th വേവിലാണ്. 4th വേവ് ഇപ്പോൾ ഓൺഗോയിങ് ആണ് ലൈവ് ചാർട്ടിൽ നമ്മുടെ 333 കറക്ഷൻ. പിന്നെ താഴെ സ്മാർട്ട് മണി കോൺസെപ്റ്റ്, സ്മാർട്ട് മണി, ഇത് റിലയൻസ്, അതൊക്കെ എല്ലാം ലിക്വിഡിറ്റി സ്വീപ്പ് ഒക്കെ വീഡിയോസിന് ഇഷ്ടം പോലെ വീഡിയോസ് കൊടുത്തിട്ട് എല്ലാം വെറൈറ്റി വീഡിയോസാണ്. വെറൈറ്റി വീഡിയോസ് ഇല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുന്നത് വെറൈറ്റി അല്ല, ഡിഫറെൻ്റ് അല്ല, നോർമലി വീഡിയോസാണ്. ഇതെല്ലാം ഞാൻ ഡിഫറെൻറ്റ് എന്ന് വെച്ചാൽ ഓരോ പ്യൂർ ലോജിക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ വീഡിയോസിലും ഇത് മസ്റ്റായിട്ട് ഇത് കാണണം. EMA മൂവി മേജേഴ്സിൻ്റെ ഇതും നോർമലി അല്ല, വെറൈറ്റിയാണ്, ഒക്കെ വെറൈറ്റി കാണുള്ളൂ. ഇൻസൈഡ് വെയർ, റീറ്റെയിലേഴ്സ്, സ്ട്രാപ്സ്, ഇതൊക്കെ. പിന്നെ വാട്ട് ഈസ് BOS ആൻഡ് ചോച്ച്, അതൊക്കെ എല്ലാം ഞാൻ ഇതിനകത്ത് ചെയ്യും. സോ മസ്റ്റായിട്ട് ഇത് കാണുന്ന എല്ലാവരും കൂടി ആൻഡ് ഷെയറും ചെയ്യണം. ഷെയർ ചെയ്യാൻ മറക്കട്ടെ കേട്ടോ. സോ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്ട്രക്ചറിൽ കിടക്കാം. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ വരിക. ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് കണ്ട പോസായി പ്രൈസ് കണ്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു 2 റെഡ് ക്യാൻഡിലായി, ടോപ്പായി സ്പിൻ ടോപ്പ് ആൻഡ് ദെൻ റെഡ് ക്യാൻഡിൽ വീക്ക്നെസ് സൈനാണ്. ബട്ട് ഇന്ന് ഗ്യാപ് ഡൗൺ ആൻഡ് സഡൻ പ്രൈസ് വീണ്ടും മുകളിലേക്കാണ് ക്ലോസിങ് ആയിങ്ങനെ. ദാറ്റ് മീൻസ് എന്താണ്, പ്രൈസ് സ്റ്റിൽ പ്രൈസിൽ ഒരു മറ്റേ സ്ട്രെങ്ത് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഓൾമോസ്റ്റ് ബോഡിയുടെ ഹാഫ് ബോഡി, ഈ റെഡ് ക്യാൻഡിലെ ഹാഫ് ബോഡിയുടെ നിയർ ആണ് ഇത് ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഹാഫ് ആയിരിക്കുള്ളൂ അതിന് ക്ലോസ്. സോ സ്ട്രെങ്ത് ഉണ്ട് പ്രൈസിൽ, അതാണ് എനിക്ക് പറയാനുള്ളത്. പ്രൈസിൽ സ്ട്രെങ്ത്. ആൻഡ് ദെൻ പിന്നെ വേറെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നാളത്തെ ദിവസം നല്ല ഒരു മെയിൻ ഒരു ദിവസമാണ്. മെയിൻ എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയറുടെ ക്യാൻഡിൽ ക്ലോസിംഗ് ആയിരിക്കും. ഓക്കെ, ഇയർലി ക്ലോസിംഗ് ആണ് ഫിനാൻഷ്യൽ ഇയർ, അത് ക്ലോസിംഗ് ആയിരിക്കും. അതിൻ്റെ മണി ഫ്ലോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പ്ലസ് 2025 ഫസ്റ്റ് ക്വാർട്ടറുടെ ക്യാൻഡിൽ ക്ലോസിംഗ്. ഫസ്റ്റ് ക്വാർട്ടർ മീൻസ് ഫസ്റ്റ് 3 months, 3rd month, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ, സോ ഫസ്റ്റ് ക്വാർട്ടർ 3 months ഫസ്റ്റ് ക്യാൻഡിലും ക്ലോസ് ആകാൻ പോവുക. അത് ശ്രദ്ധിക്കണം. മന്ത്ലി ക്ലോസിംഗ്, ഫിനാൻഷ്യലി ക്ലോസിംഗ് ആൻഡ് 3 months. സോ മേ ബി മണി ഫ്ലോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓപ്പണിംഗ് എങ്ങനെ, അതാണ് നമുക്ക് നോക്കേണ്ടത്. സോ നാളെ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ, തിരക്ക് പിടിക്കേണ്ട ആരും. ഓക്കെ, പ്രൈസ് ഇനി നമുക്ക് സ്മോൾ സ്ട്രക്ചറിൽ നമുക്ക് എന്താ വെച്ചാൽ മനസ്സിലാക്കിയെടുക്കാം. ഇനി എന്താ ഉള്ളത് നമുക്ക് പറയാനുള്ളത്, വീക്ക്നെസ് ഇതിൻ്റെ ബിലോ ആവുള്ളൂ. ബാക്കി ഞാൻ ഇന്ന് വലിയ ചേഞ്ചസ് ഇപ്പോൾ സ്ട്രക്ചറിൽ ഒന്നും കാണുന്നില്ല എനിക്ക്. ബട്ട് യെസ്, കൺഫ്യൂസിങ് എന്താണെന്ന് വെച്ചാൽ ഞാൻ റീൽസ് ഉണ്ടാക്കി ഷെയർ ചെയ്തായിരുന്നു. ഇത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോമായി, റൈറ്റ്, ഇത് കണ്ടു ട്രയാങ്കിൾ ഫോം ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു നമ്മൾ സ്മോൾ ടൈം ഫ്രെയിമുകൾ നോക്കുകയാണെങ്കിലുണ്ടല്ലോ ഇതിങ്ങനെ. ബട്ട് ലാസ്റ്റിൽ അത് മൊത്തം കൊളായി, ആ ഒരു സ്പൈക്ക് വന്നില്ല. സോ അത് ഓവറോൾ പ്രൈസ് കൊളായി.
ബട്ട് ഇപ്പോൾ ഇനി നെക്സ്റ്റ് എന്താണ്, നാളെ ഓപ്പണിംഗ് ഈ ലെവലിൻ്റെ അബവ് ആണെങ്കിൽ, ഇതിൻ്റെ അബവ് ആണെങ്കിൽ പ്രൈസ് ഫർദർ അപ്സൈഡ് നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ അബവ് 23,745 ഇതിൻ്റെ അബവ് പോയാൽ ഫർദർ അപ്സൈഡ് നമുക്ക് കിട്ടും, ഈസിലി കിട്ടും. ഫിഫ്ത്ത് വേവ്, അത് ഫിഫ്ത്ത് വേവ് ആയിരിക്കും, മനസ്സിലാക്കണം. ഇതിൻ്റെ അബവ് 23,745 ഈ ഒരു സ്ട്രക്ചർ അബവ്, ദാറ്റ് മീൻസ് നമ്മൾ എൻറ്റേർഡായി ഫിഫ്ത്ത് വേവിൽ. ഓക്കെ, ഫിഫ്ത്ത് വേവിയുടെ ടാർഗറ്റ് എന്തായിരിക്കും? ഇൻ കേസ് ലോ ഇതാണെങ്കിൽ, ഫോർത്തിൻ്റെ ലോ ഇതാണെങ്കിൽ, സോ ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യുക. 127 വിട്ട് 27% ഹിറ്റായി കഴിഞ്ഞാൽ മാറണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഗ്യാരണ്ടി ഒന്നുമില്ല എന്ന് വെച്ചാൽ മന്ത്ലി എക്സ്പയറിയാണ്. എനിക്ക് മന്ത്ലി എക്സ്പയറി അല്ല, അങ്ങനത്തെ ഒരു ഡേ ആണ്. എനിക്കൊരു നാളെ പ്ലേ ചെയ്യാൻ പേടിയായിരിക്കും എന്ന് വെച്ചാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ലാസ്റ്റിൽ പമ്പ് ആൻഡ് ഡംപ് എന്തെങ്കിലും ഒരു ഹ്യൂജ് എന്തെങ്കിലും മൂവ് വരാനുള്ള ചാൻസ് ഉണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഇവിടെ വരുമ്പോൾ മാറണം. ആൻഡ് ദെൻ 2 ഹേർഡൽസ് ഇവിടെ 24,050 ആൻഡ് 24,150 ഈ റേഷ്യോസ് ഉണ്ട്. ഞാൻ ഇത്ര 127% ഞാൻ മാറണം പറയൂ, അത്രേ ഉള്ളൂ. അതിൻ്റെ മുകളിലത്തെ ലെവൽസ് ഞാൻ തരുന്നില്ല. അവിടെ നിന്ന് മാറുന്നതാണ് നല്ലത്. കാരണം 24,000 നമ്പർ നല്ല ഹ്യൂജ് നമ്പറാണ്. ഡാറ്റ കൂടുതലുണ്ടാവും, റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ 1 ഡിഗ്രി കൂടി കംപ്ലീറ്റ് ആകും. 1 ഡിഗ്രി എന്താ അറിയാമോ? 1 ഡിഗ്രി മീൻസ് 1 അവറിൽ 1 വേവ്, ബിഗർ ടൈം ഫ്രെയിമിൽ 1 വേവ്. സോ 1, ഇത് 2 ആണ്, ഇവിടെ നമ്മൾ 3 ആണ്, ഇത് 4 ആണെങ്കിൽ, കാരണം ഇനി ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. സോ ആ കേസ് നമുക്ക് ഡിസ്കസ്. ഇത് 4 ആൻഡ് ദെൻ 5 ഇവിടെ കംപ്ലീറ്റ് ആയി. സോ 1 ഡിഗ്രി കംപ്ലീറ്റ് ആയി, 5 മൂവ്സ് കംപ്ലീറ്റ് ആയി, ലീഡിങ് ഡയനൽ ഫോം ആകും. ഇവിടെ നിന്ന് ഈ ഏരിയയിൽ നിന്ന് പിന്നെ ഞാൻ ബേരിഷാണ്. 5 മൂവ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ബേരിഷാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞേക്കാം. ബട്ട് ഫിഫ്ത്ത് വേവിൽ എപ്പോഴാണ് എൻ്റർ ആകുക? ഇതിൻ്റെ അബവ് ബുളിഷ് ആവുള്ളൂ, 23,745. ഫിഫ്ത്ത് വേവിൻ്റെ കൺഫർമേഷൻ 23,865. ഈ ഹൈ ബ്രേക്ക് ആയാലാണ് ഫിഫ്ത്ത് വേവിയുടെ കൺഫർമേഷൻ കിട്ടുള്ളൂ. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് ഫിഫ്ത്ത് വേവ് എൻറ്റർഡായി. ഫിഫ്ത്ത് വേവ് എവിടെ തീർന്നത് അവിടെ നിന്ന് ബിയറിഷ് സൈൻ തീർച്ചയായിട്ടും തരും. മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഫിഫ്ത്ത് വേവ് ഫോം ആകുമ്പോഴത്തേക്ക് അവിടെ എൻഡിങ് ഡയനൽ പാറ്റേൺ ഫോം ആകും 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. ഓക്കെ, അത് റൂളാണ്. റൂൾ എന്ന് പറഞ്ഞാൽ മസ്റ്റാണ്, അത് ശ്രദ്ധിക്കാം. 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എൻഡിങ് ഡയനൽ പാറ്റേൺ ഫോം ആകും. അത് നോക്കിയിട്ട് വേണം പിന്നെ ബാക്കി ഡിസ്കഷൻ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ബിയറിഷിലേക്ക് പോകും. പിന്നെ ഞാൻ ബിയറിഷ് ആകും. എത്ര പേര് ബിയറിഷ് ആകും? ഈ ഏരിയയിൽ എവിടെയെങ്കിലും വരും പിന്നെ പ്രൈസ്. ഓക്കെ, കണ്ട ഈസിലി നമ്മളിവിടെ നമ്മുടെ ചാനൽ ലേണിംഗ് പർപ്പസ് ചാനലാണ്. ഇല്ലിറ്റ് വേവ് നമ്മൾ ലേൺ ചെയ്യുന്നതാണ്. ഇല്ലിറ്റ് വേവ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇല്ലിറ്റ് വേവിൻ്റെ മൂവ്സാണ് ഡിസ്കസ് ചെയ്യാറുള്ളൂ. നമ്മളിവിടെ സി ഓർ പി ഡിസ്കഷൻ നമുക്ക് ഇല്ല. കോൾ ഓർ പുട്ട് ഒരു ഡിസ്കഷൻ ഇവിടെ ഇല്ല. സോ ലേണിംഗ് പർപ്പസ് ചാനലാണ് ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. സോ ആ ബേസിൽ വേണം നമ്മൾ എല്ലാവരും ചിന്തിക്കാൻ. സോ ഈസിലി നമ്മുടെ ഇത് കറക്റ്റ് ആയി കഴിഞ്ഞിട്ട് ഫർദർ ഫോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാവുള്ളൂ. ഓക്കെ, 5 മൂവ്സ് ആയി കഴിഞ്ഞിട്ട്. ഓക്കെ, സോ ഇവിടെ തന്നെ തീർന്നൊന്നുമില്ല കേട്ടോ, ഈ ഏരിയയിൽ തന്നെ തീർന്നൊന്നുമില്ല. ഫർദർ ഞാൻ അപ്സൈഡ് 127% അബവ് വേറെ ലെവൽസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ബട്ട് അവിടെ എൻഡിങ് ഡയനൽ പാറ്റേൺ ഫോം ആയാൽ മാത്രമേ നമുക്കൊരു എക്സാക്ട്ലി സൈൻ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഇതാണ് 5 മൂവ്. ഇനി നെക്സ്റ്റ് എന്താ പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇൻ കേസ് നാളെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ എന്താ ചെയ്യുക? ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ട്രെൻഡ് ലൈൻ നമ്മൾ എടുക്കണം. ഇത് ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ട്രെൻഡ് ലൈൻ നമ്മൾ എടുക്കുക. ഓക്കെ, ഇത് ഇങ്ങനെ നമ്മൾ ഇത് മാർക്ക് ചെയ്തു. ഓക്കെ, സോ പ്രൈസ് ഇനി ഇൻ കേസ് നാളെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇതിൻ്റെ ബിലോ 23,380 ബിലോ പ്രൈസ് പോവുകയാണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും ബാക്കി ഈ ഒരു ലെവൽ. കാരണം എന്താണെന്ന് അറിയാമോ? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇത് എ ആണ്, ഇത് ബി ആണ്. ഓക്കെ, സ്ട്രക്ചർ കൺഫ്യൂസിങ് ആണ്. എനിക്കും നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് അത്രയ്ക്ക് ഒരു സൈഡ് വേസ് അയക്കില്ല, അതുകൊണ്ട് ക്ലാരിറ്റി ഒന്നും കിട്ടുന്നില്ല. ഇതുണ്ടോ? ഇനി ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണ് ഇന്നാളുള്ളത്. ഇത് ബി, ഇത് എ ആണ്, ഇത് ബി ഇതാണോ ഓർ ഇതിൻ്റെ അബവ് തീരുമോ അതുകൂടി നോക്കാനുള്ളത്. സോ അതാണ് ഞാൻ പറഞ്ഞത്. സോ ഇതിൻ്റെ അബവ് മാത്രമേ ബുള്ളിഷ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ബി തീർത്തിട്ട് പിന്നെ വീണ്ടും സി താഴേക്ക് കൊണ്ടുവരുമോ? മനസ്സിലായോ? അല്ലെങ്കിൽ ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യുമോ? ഡബിൾ ബോട്ടം ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് നോക്കണം. സോ ഇവിടെ ഫോർത്ത് വേവിൽ പാറ്റേൺ ഫോം ആവുന്നത് ഏതാണ്?
ട്രയാങ്കിൾ പാറ്റേൺ ഓർ 333 കറക്ഷൻ പാറ്റേൺ. സോ അത് നോക്കിയിട്ട് ട്രേഡ് ചെയ്യണം. അത് അവിടെ ട്രയാങ്കിൾ ഇന്ന് ഇപ്പോൾ ഫോം ആയ ട്രയാങ്കിൾ കൺഫ്യൂസിങ് ആണ്, കാരണം ലാസ്റ്റ് ലെവൽ മൊത്തം ലിക്വിഡ് സ്വീപ്പ് ചെയ്തു. സോ അത് കൺഫ്യൂസിങ് ആണ് ഇപ്പം. സോ ഈ സ്ട്രക്ചർ ഓവറോൾ ഈ ഒരു ഞാൻ ജസ്റ്റ് ഒന്ന് തിക്കാക്കി മാർക്ക് ചെയ്തേക്കാം. ഇതിൻ്റെ അബവ് പോയാൽ അത് നമുക്ക് ഡബിൾ. ഓക്കെ, ഇത്ര തിക്കാക്കി മാർക്ക്. ഓക്കെ, ഓർ ഇതിൻ്റെ ബിലോ പോകണം, ഇത് നമുക്ക് തിക്കാക്കി മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ രണ്ടും ലെവൽ ഞാൻ മാർക്ക് ചെയ്തു. ഇതാണ് ഫർദർ നമുക്ക് ക്ലിയറിറ്റി തരും ഇനി എന്താണ് നടക്കാൻ പോകുന്നത് നെക്സ്റ്റ്. ഓക്കെ, സോ പ്രൈസ് നാളെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇതിൻ്റെ അബവ് പ്രൈസ് പോയാൽ 23,750 ഫർദർ ബുള്ളിഷ്നെസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ റിജക്ഷൻ തന്നിട്ട് പിന്നെ താഴേക്ക് വീണ്ടും പ്രൈസ് ഇവിടെ വരെ വരും സ്ലോലി ആൻഡ് ദെൻ ഈ ഏരിയ വന്ന് സ്റ്റക്ക് ആവും, സപ്പോർട്ട് എടുക്കുമോ എന്താണെന്ന് നോക്കുക, അതാണ് നോക്കേണ്ടത്. സോ സി കംപ്ലീറ്റ് ആവും, ഓർ ഇതുകൂടി ബ്രേക്ക് ഡൗൺ ആയാൽ സി ഇവിടെ വരെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. പിന്നെ ഇത് ബ്രേക്ക് ആയാൽ ഈ ഗ്യാപ്പ് ബ്രേക്ക് ആയാൽ ഈ ഗ്യാപ്പ് കേട്ടോ, ഗ്യാപ്പ് ശരിക്കും ഈ ഗ്യാപ്പ് ശരിക്കും നല്ലൊരു ഗ്യാപ്പാണ്. ഇത് ബ്രേക്ക് ആവാൻ പാടില്ല, ബട്ട് ന്യൂസ് ബേസ്ഡ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇതിൻ്റെ ബിലോ മാത്രമേ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. രണ്ട് ലെവൽസ് ഞാൻ തിക്കാക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്, റെഡ് ആൻഡ് ഗ്രീൻ. ഇത് റെഡ് നല്ല സപ്പോർട്ട് സോണാണ്. ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് കയറുവാണെങ്കിൽ ഗുഡ്. സോ ABC സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി, ഗുഡ്. ട്രയാങ്കിൾ ഫോം ചെയ്യണം 5 minutes ടൈം ഫ്രെയിമിൽ, ദെൻ അതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുമെങ്കിൽ സൂപ്പറാണ്. ഓർ 333 കറക്ഷൻ, രണ്ട് പാറ്റേൺസ് മാത്രമേ ഫോർത്ത് വേവിൽ ഫോം ആവാറുള്ളൂ. 333 കറക്ഷൻ ആണെങ്കിൽ നല്ലൊരു കൺസോളിഡേഷൻ നമുക്ക് ഇവിടെ കാണും. ഈ ഏരിയയിൽ ഈസിലി നമുക്ക് ട്രേഡും കിട്ടത്തില്ല, ഈസിലി നമുക്ക് ഫിഫ്ത്ത് വേവിൻ്റെ മൂവ് കിട്ടത്തില്ല. ട്രയാങ്കിൾ ആണെങ്കിൽ നാളെ ഒരു ദിവസത്തിൽ പിന്നെ നാളെ മോർണിംഗ് തന്നെ അത് പെട്ടെന്ന് ഫോം ആവത്തില്ല, ഉച്ച ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ കൺസൾട്ടേഷൻ ട്രയാങ്കിൾ ഫോം ആവണമല്ലോ. ഓക്കെ, സമയം പിടിക്കും, അത്രേ ഉള്ളൂ. ഇനി വേഗം നമുക്ക് ബാങ്ക് നിഫ്റ്റി പോകാം. ഒത്തിരി എക്സ്പ്ലനേഷനായി. ബാങ്ക് നിഫ്റ്റി യെസ് ലെവൽസ് ഇത്ര ലെവൽസാണ് ഡിസ്കസ് ചെയ്തത്. എക്സാക്ട് പ്രൈസ് ഷാർപ്പല്ലേ, പ്രൈസ് ഒന്നും ആൻഡ് സഡൻ ബൗൾസ്. ലെവൽസ് എലിയറ്റ് വേവിൻ്റെ ലെവൽസ് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യാൻ തുടങ്ങും. സ്ലോലി തിരക്ക് പിടിക്കാതെ എല്ലാവരും കൂടി വെയിറ്റ് ചെയ്യുക, നോക്കുക കേട്ടോ. ബാക്കി ബാങ്ക് നിഫ്റ്റിയിലൊന്നും ഇപ്പോൾ എനിക്ക് ഒന്നും കാണുന്നില്ല, ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ എക്സാക്ട് പെർഫെക്റ്റ് ലെവൽസാണ് കണ്ടോ. ഇന്നലത്തെ ലെവൽസ് തന്നെ പെർഫെക്റ്റ് ലെവൽസാണ്. അപ്പോൾ ഇതിൻ്റെ അഭാവം തന്നെ ഫർദർ എന്തെങ്കിലും ട്രേഡ് കിട്ടുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ സ്ട്രക്ചർ ബുള്ളിഷ് ഒന്നുമില്ല. താഴേക്ക് വന്നാൽ അത്രയ്ക്ക് നല്ലതാണ്, ഞാനത് തന്നെ പറയുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ താഴേക്ക് വരുന്നതാണ് ബാങ്ക് നിഫ്റ്റിയിൽ സ്ട്രക്ചർ നല്ലത് ഫോർ അപ്കമിങ് മൂവ്. ബാങ്ക് നിഫ്റ്റി കാണുന്നില്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഓപ്പൺലി. ഇനി വേഗം സെൻസെക്സിലേക്ക് കിടക്കാം. സെൻസെക്സ് അനലൈസിസ്, എത്ര ലെവൽ സെൻസെക്സിലുണ്ടായിരുന്നു, സെൻസെക്സും അതുപോലെ തന്നെ ഗ്യാപ് ഡൗൺ ഫർദർ. ഓക്കെ, സെൻസെക്സ് ബാക്കി ലെവൽ ഞാൻ ഡിലീറ്റ് ചെയ്യുക. ഇതിൻ്റെ ബിലോ മാത്രം ഫർദർ, ഈ ഗ്യാപ്പ് ബിലോ ഫർദർ ഫോളോ ഉണ്ടാവുള്ളൂ. അപ്പ് മൂവ് ഇതിൻ്റെ അബവാണ്. ഓക്കെ, സെൻസെക്സിലും അതുപോലെ തന്നെ നമ്മുടെ ഈ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി എക്സ്റ്റെൻഡഡ് ട്രെൻഡ് ലൈനിങ് മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, യെസ്, ബൈ ഇതിൻ്റെ അബവ് 78,230 240 ഇതിൻ്റെ അബവ് തന്നെ ബുള്ളിഷ്നെസ് ആവുള്ളൂ. ഇത്രയൊക്കെ ലെവൽസ് ഇന്നലത്തെ ലെവൽസാണ് കണ്ടോ. പെർഫെക്റ്റ്ലി ആണ് വർക്ക് ചെയ്തത്. റെസിസ്റ്റൻസ് കണ്ടോ, എന്ത് പ്രോപ്പർലി റെസിസ്റ്റൻസ് വർക്ക് ചെയ്തേക്കുന്നത് ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. അതുപോലെ തന്നെ നിങ്ങളും എല്ലാവരും കൂടി പഠിക്കണം, എനിക്കത് പറയാനുള്ളൂ. എല്ലാവരും കൂടി അതുപോലെ തന്നെ പഠിക്കണം. നിഫ്റ്റി മിഡ് ക്യാപ്സലിലേക്ക് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ്സൽ വാ കണ്ടോ, ഈ കമൻറ്റ്സിൽ കമൻറ്റ് ചെയ്യണ്ടോ പെർഫെക്റ്റ്ലി ലെവൽസ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന്. കണ്ടോ, ഗ്യാപ് ഡൗൺ ആൻഡ് ദെൻ ഓപ്പണിംഗ് എക്സാക്ട് ആൻഡ് ദെൻ പ്രൈസ് അപ്പ്. ഓക്കെ, ഇതൊക്കെ കമൻറ്റ് ചെയ്യണ്ടോ, എനിക്കും കുറച്ചൊരു സന്തോഷം കിട്ടുമല്ലോ. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എല്ലാവരും കൂടി. പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും ലൈക്ക് ചെയ്യണം, വീഡിയോസ് മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് 1 2 3 4 കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഇതിനകത്ത് ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇവിടുന്ന് വരുന്നു. യെസ്, ഓക്കെ, ഇതിൻ്റെ ബിലോ പ്രൈസ് പോവുകയാണെങ്കിൽ മാത്രമേ ഫർദർ ഫോൾ നമുക്ക് കിട്ടത്തുള്ളൂ ഈ പ്രൈസ്. ഓക്കെ, ഇതിൻ്റെ ബിലോ ഈ ട്രെൻഡ് ലൈൻ ഡിലീറ്റ് ചെയ്യണ്ട, കാരണം ഇനി ചിലപ്പോൾ എനിക്ക് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മുടെ ഞാൻ ആക്ച്വലി മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം, അത് ഇങ്ങനെ ആയിരിക്കും. എന്താണെന്ന് അറിയാമോ, ഞാൻ കാണിച്ചു തരാം. സിവിയറുണ്ടല്ലോ, എല്ലാവരും അറിഞ്ഞിരിക്കണമല്ലോ. അത് ഇതിൻ്റെ ലൈൻസിലേക്ക് പോകാം. അങ്ങനെയാണ് ശരിക്കും നമ്മൾ ഇത് നോക്കേണ്ടത് പ്രൈസ്.
പ്രൈസ് നമ്മൾ നോക്കിയാലേ ഇങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് എക്സാക്ട്ലി നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. പ്രൈസ് എന്താ ബിഹേവിയർ, പ്രൈസിൻ്റെ ബിഹേവിയർ. ബാക്കിയൊക്കെ എല്ലാം ട്രാപ്പിംഗ് ആണ് നടക്കുന്നത്. ഒത്തിരി ട്രാപ്പിംഗ് നടക്കും പ്രൈസിന്, ഉണ്ടോ? സോ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ട്രെൻഡ് ലൈൻ്റെ അപ്പോൾ. ഓക്കെ, ശ്രദ്ധിച്ച് വേണം എല്ലാവരും ട്രേഡ് ചെയ്യാൻ. സോ ഇതിനകത്ത് വേറെ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സോ എല്ലാവരും കൂടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കണ്ട. സീ യു നെക്സ്റ്റ് വീഡിയോ.